ആലപ്പുഴയിൽ അനധികൃത റിസോർട്ടിന്റെ 30 മീറ്റർ ഭാഗം പൊളിച്ചു നീക്കാത്തതിനാൽ കൊല്ലം എറണാകുളം തീരദേശ ഹൈവേയുടെ നിർമ്മാണം പകുതി വഴിയിൽ മുടങ്ങുന്നു. ആലപ്പുഴ വാടപ്പുഴി പ്രദേശത്ത് മാത എന്ന സ്വകാര്യ റിസോർട്ടാണ് സർക്കാർ ഏറ്റെടുത്തിട്ടും വഴി നൽകാതെ പാതയ്ക്ക് തടസ്സമാകുന്നത്. പാതയുടെ നിർമ്മാണം പൂർത്തിയായാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കടക്കം ഗതാഗത തടസ്സമില്ലാതെ രോഗികളെ എത്തിക്കാനാകും. റിസോർട്ട് മാഫിയയ്ക്ക് ജില്ലാ ഭരണകൂടവും നഗരസഭയും ഒത്താശ നൽകുന്നതിൽ പ്രതിഷേധിച്ച് വൻ സമരത്തിനൊരുങ്ങുകയാണ് മത്സ്യത്തൊഴിലാളികൾ. എറണാകുളം, ആലപ്പുഴ, കൊല്ലം ജില്ലകളെ ബന്ധിപ്പിച്ച് കടന്നുവരുന്ന തീരദേശ ഹൈവേയാണിത്. ഏകദേശം 125 കിലോമീറ്ററോളം ഗതാഗത തടസ്സങ്ങളില്ലാതെ ദേശീയപാതയ്ക്ക് സമാന്തരമായി ഈ റോഡിലൂടെ യാത്ര ചെയ്യാം. നിരവധി നിർധന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് പാതയുടെ നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയത്. ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് വരാം. ഇത് വാടപ്പുഴി പാലം. ഇവിടെ എത്തുമ്പോൾ തീരദേശ പാത മുറിയുന്നു. കാരണമാണ് അത്ഭുതപ്പെടുത്തുന്നത്. സർക്കാർ നിർദ്ദേശം നൽകിയിട്ടും മത്സ്യത്തൊഴിലാളികൾ സ്ഥലം വിട്ടു നൽകിയിട്ടും സ്വകാര്യ റിസോർട്ട് 30 മീറ്റർ സ്ഥലം നൽകാത്തത് മൂലം തീരദേശ പാത ഇവിടെ വെച്ച് മുറിയുന്നു. 2 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് തുച്ഛമായ തുക നൽകി ഭൂമി കൈക്കലാക്കിയാണ് മാത എന്ന ഈ സ്വകാര്യ റിസോർട്ട് പ്രവർത്തിക്കുന്നത്. റിസോർട്ട് നിലനിൽക്കുന്നതാകട്ടെ തീരദേശ പരിപാലന നിയമങ്ങൾ എല്ലാം ലംഘിച്ച്. കളക്ടർ അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് CRZന്റെ വയലേഷൻ, CRZന്റെ ലംഘനത്തോടുകൂടി സ്ഥാപിച്ചിരിക്കുന്ന ഈ റിസോർട്ട് അത് പൊളിച്ചു മാറ്റുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ തടസ്സം നീക്കുന്നതിനോ മുനിസിപ്പാലിറ്റി തയ്യാറാകുന്നില്ല. എറണാകുളത്ത് നിന്ന് ആരംഭിച്ച് ആലപ്പുഴ ജില്ലയിലെ വാടപ്പുഴി വരെ എത്തുമ്പോൾ പാതയുടെ ഒരു ഭാഗം അവസാനിക്കുന്നു. കൊല്ലത്ത് നിന്ന് ആരംഭിച്ച് തോട്ടപ്പള്ളി വഴി മത്സ്യഗന്ധി വരെ എത്തുമ്പോൾ മറുഭാഗവും. ഈ 2 ഭാഗങ്ങൾക്കുമിടയിൽ ആകെയുള്ളത് 30 മീറ്റർ ദൂരം മാത്രമാണ്. റിസോർട്ട് പൊളിച്ചു മാറ്റണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ട് പോലും ഇതിന് പുല്ലുവിലയാണ് സ്വകാര്യ റിസോർട്ട് മാഫിയ നൽകുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജ് അടക്കമുള്ള അടിയന്തര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് ഏറെ പ്രയോജനം നൽകുന്ന പാതയാണിത്. എന്നാൽ നഗരസഭയും ജില്ലാ ഭരണകൂടവും എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വകാര്യ റിസോർട്ടിന് ഒത്താശ പാടുകയാണ്. ഇതിനെതിരെ വൻ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് 125 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ തീരദേശ ഹൈവേ. അതിന് ആകെ തടസ്സം നിൽക്കുന്നത് 30 മീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഒരു സ്വകാര്യ റിസോർട്ടിന്റെ ഭാഗങ്ങൾ മാത്രം. നാടിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഇവർക്കെതിരെ അധികൃതർ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകുന്നില്ല. ആലപ്പുഴ വാടക്കൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.